തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പലസ്തീൻ അനുകൂല സിനിമകൾക്ക് അനുമതിയില്ല. പലസ്തീൻ പാക്കേജിലെ 4 സിനിമകൾ ഉൾപ്പെടെ 19 സിനിമകൾക്കുള്ള പ്രദർശന അനുമതിയാണ് നിഷേധിച്ചത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. IFFKയുടെ ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36ഉം പ്രദർശിപ്പിക്കില്ല. ബാറ്റിൽഷിപ്പ് പൊട്ടംകില്ലിന്റെ പ്രദർശനവും റദ്ദാക്കി. സ്പാനിഷ് ചിത്രം ബീഫിനും അനുമതിയില്ല. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, ഉചിതമായ സമയത്ത് ഇടപെടുന്നു കേന്ദ്രം. തീർച്ചയായും കൃഷ്ണരാജ്, അങ്ങനെ ഉചിതമായ സമയത്ത് കേന്ദ്രം ഇടപെടുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന രാജ്യവിരുദ്ധത, ദേശവിരുദ്ധത ഇത്തരത്തിലുള്ളവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് ഈ പറയുന്ന ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ച ഗണത്തിൽപ്പെട്ട സിനിമകളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൻസർ നൽകാതിരുന്നതും പ്രദർശനാനുമതി നിഷേധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ഉദ്ഘാടന ചിത്രമായ പലസ്തീൻ 36, ബമാസ്കോ, അതോടൊപ്പം തന്നെ റെഡ് റെയിൻ, ബീഫ്, റിവർ സ്റ്റോൺ എന്നിങ്ങനെയൊക്കെയുള്ള 19ലധികം സിനിമകൾ, ആ സിനിമകൾക്കാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവയെല്ലാം ഈ സിനിമകളെല്ലാം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതും ദേശവിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്നതും അങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് എന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രദർശനാനുമതി നിഷേധിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുന്നത്. എന്നാൽ ഇതിനെതിരെ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ലെഫ്റ്റ് തീവ്ര ഇടതുപക്ഷ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നതായിട്ടുള്ള ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും IFFK വേദിയായ പ്രധാന വേദി ടാഗോർ തിയേറ്ററിന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം ഇപ്പോൾ ഈ പലസ്തീൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. പലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, പോസ്റ്റർ എഴുതി ഒട്ടിക്കുക, അങ്ങനെ പ്ലക്കാർഡുകൾ പിടിക്കുക, അങ്ങനെ പരസ്യമായി പലസ്തീൻ അനുകൂല നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ഈ കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നത്. അത് ഈ തീവ്ര ഇടതുപക്ഷം, അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് ചിന്താഗതികളെല്ലാം വെച്ച് പുലർത്തുന്നവരാണ് ഇതിന് പിന്നിലെന്നുള്ളതിൽ തർക്കവുമില്ല. പലയിടങ്ങളിലും നമുക്ക് അതിൻ്റെ അതായത് ഈ സ്കൂൾ കലോത്സവങ്ങളിലടക്കം ഇത് നമുക്ക് തെളിവായി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ പ്രതിഷേധത്തിലെത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായി തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ടെല്ലാമാണ് ഇത്തരക്കാർ ഈ പ്രദർശനാനുമതി നിഷേധിക്കുന്നത്. അതിന് ഈ അടൂർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന സിനിമാ പ്രവർത്തകരടക്കം അല്ലെങ്കിൽ സംവിധായകനടക്കമുള്ളവർ ഇതിനെ അനുകൂലിക്കുന്നൊരു സാഹചര്യവും കാണുന്നു എന്നതും ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടാണ് വിലയിരുത്തലുണ്ടാക്കുന്നത്. എന്തായാലും 19ഓളം ചിത്രങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളുടെ എല്ലാം ഉള്ളടക്കം എന്ന് പറയുന്നത് തെറ്റായ സന്ദേശം നൽകുന്ന ഉള്ളടക്കമാണ്. നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ചായാലും ശരി, നമ്മുടെ ഈ ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു സാമൂഹ്യ പശ്ചാത്തലവും അനുസരിച്ചും അതോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇത്തരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുമാത്രമല്ല, അങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നതല്ല ഇവയുടെയൊക്കെ ഉള്ളടക്കം എന്നതുകൊണ്ടാണ്. അത് ഓരോ രാജ്യത്തിനനുസരിച്ച് അവയെല്ലാം നടക്കുന്നത്. നമുക്കറിയാം, പല രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള പശ്ചാത്തലങ്ങൾക്കനുസരിച്ചുള്ള വിദേശ സിനിമകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന പ്രദർശനാനുമതി നിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ നമുക്കറിയാം, ഈ വിദേശ രാജ്യങ്ങളിലടക്കം ഗൾഫ് രാജ്യങ്ങളിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലാണ് ഇത്തരം സിനിമകൾ IFFKയിലേക്ക് വരുമ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സിനിമകൾ പ്രദർശിപ്പിക്കണമെന്നൊരാവശ്യം, അത് തെറ്റായൊരു ആവശ്യമാണ് എന്ന ഒരു നിലയിലേക്ക് ഉയരുന്നത്. അതായത് സെൻസർ ഇല്ലാതെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ സിനിമകൾ പ്രദർശിപ്പിക്കണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നത്. സിനിമകൾ കാണാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ അതൊരു സന്ദേശം ഉൾക്കൊള്ളണം. ആ സന്ദേശം ഒരു നല്ല സന്ദേശം നൽകുന്നതാകണം എന്നതാണ് ഈ സിനിമ കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ തെറ്റായ ഉള്ളടക്കം നൽകുന്ന സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. ഇതെല്ലാം മുന്നിലൊരുക്കം, ഈ
ഒരു കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രദർശനാനുമതി നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിനെതിരെ ഇന്നും IFFK വേദിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കേന്ദ്ര സർക്കാരിനെതിരെ നിന്നുകൊണ്ട് ഫാസിസ്റ്റ് പ്രവണത എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഇടത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെല്ലാം പ്രതിഷേധം സംഘടിപ്പിക്കുക. എന്തായാലും ഇന്നും പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എന്നാൽ ഈ കേന്ദ്ര സർക്കാരും പറയുന്നത് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഉള്ളടക്കമുള്ള ആ സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണരാജ്. യെസ്, ഏതായാലും അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പലസ്തീൻ അനുകൂല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കില്ല. കേന്ദ്രം ഇടപെട്ടു, വിലക്കേർപ്പെടുത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചു വരാം.